റൌഫ് ഇടയ്ക്കേട്ടുകാരനാണ്. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. എൻ്റെ ഗ്രാമക്കാഴ്ചകൾ എന്ന പേരിൽ വ്ളോഗ് 1 ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വ്ളോഗ് 2 ആണ്. ഇതിലെ കാഴ്ചകൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. എൻ്റെ നാട്, അതായത് തൃശ്ശൂർ ജില്ലയിലെ കുന്നോളത്തിനടുത്ത് പെടക്കേട് പഞ്ചായത്താണ് എൻ്റെ ഗ്രാമം. ഈ ഗ്രാമത്തിലെ ചെറിയ ചെറിയ കാഴ്ചകളാണ് ഞാൻ എൻ്റെ ഗ്രാമക്കാഴ്ചയിലൂടെ കാണിക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രവാസികൾ ജോലിയില്ലാതെ, ജോലി നഷ്ടപ്പെട്ടിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പലവരും പല നാട്ടിൽ തന്നെ കൂടാനുള്ള പല ജോലികളും നോക്കി ചിലരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, ചിലരൊക്കെ വളരെ കഷ്ടത്തിലാണ്. വ്യത്യസ്തമായ 2 ആൾക്കാർ, അതായത് 2 രീതിയിൽ ഇവിടെ ഗൾഫ് ഉപേക്ഷിച്ച് വന്നിട്ട് കച്ചവടം ചെയ്യുന്ന 2 രീതിയിലുള്ള ആൾക്കാരെയാണ്. നമുക്ക് ആ 2 രീതിയിലുള്ള ആൾക്കാരെയും പരിചയപ്പെടാം. എൻ്റെ ഗ്രാമക്കാഴ്ചകളിലെ 2ാം ഭാഗത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി 1-2 ആളുകളെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ യാത്ര തിരിച്ചപ്പോഴാണ് യാദൃശ്ചികമായി ഈ ഒരു വീടും ആ വീടിനോട് ചേർന്നുള്ള പെട്ടിക്കട ഞാൻ കാണാനിടയായത്. ഞാൻ ബൈക്ക് അവിടെ നിർത്തിയിട്ട് കടയിൽ കാണുന്ന ആ പ്രായം ചെന്ന ആളോട് ചോദിച്ചു, ഈ വീട് നിങ്ങളുടേതാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, എൻ്റെ വീടാണ്. അപ്പോൾ ഈ കട നിങ്ങളുടേതാണോ? അതെ, ഈ കട എൻ്റേതാണ്. ആ വീടും ആ പെട്ടിക്കടയും കണ്ടപ്പോൾ എനിക്കൊരു സംശയം. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഗൾഫിലായിരുന്നു? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ കുവൈത്തിലായിരുന്നു. അപ്പോൾ എത്ര വർഷമായി ഗൾഫ് ഉപേക്ഷിച്ചിട്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 1.5 വർഷം. അപ്പോൾ ഈ പെട്ടിക്കട തുടങ്ങിയിട്ട് കഴിഞ്ഞ നവംബറിൽ. എനിക്കെല്ലാം കൂടി കേട്ടപ്പോൾ ആ കട ഒരു വീഡിയോ എടുത്താലോ എന്ന് ഒരാശയം തോന്നി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഞാൻ ഈ കടയൊന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകനോട് ചോദിക്കണമെന്ന്. ആയിക്കോട്ടെ, ഞാൻ മകനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മകനെ വിളിച്ചു. ആ മകൻ വന്നപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതിലേറ്റവും വലിയ സന്തോഷം. വടക്കേക്കാട്ടുകാരുടെ കാഴ്ചകൾ കാണിക്കുന്ന റൌഫുകയല്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അതേ എന്ന് പറഞ്ഞു. യൂട്യൂബിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആ ചെറുപ്പക്കാരൻ തൻ്റെ ആ വീടും ഉപ്പയുടെ കടയും വീഡിയോ എടുത്തളാൻ സമ്മതം തന്നു. ബാക്കിയെല്ലാം ഇനി ആ മകൻ പറയട്ടെ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് നസീബ്. ഞാനിന്നിവിടെ റൌഫ്ക വന്നപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളൊരു കടനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരുപാട് ആൾക്കാരുടെ ഉള്ളിൽ ഇപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ ഷോപ്പൊക്കെ എന്തിനാ ഇട്ടേക്കണതൊക്കെ അലമ്പല്ലേ എന്നുള്ളൊരു പല ടോക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളായിട്ട് പ്രവാസ ലോകത്ത് നിന്നതാണ് എൻ്റെ ഉപ്പ. അപ്പോൾ അവരവിടെ നിന്ന് വന്ന് വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം 24 hours വർക്ക് ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും പിന്നെ നമ്മളിവിടെ ഒരു റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയും ഒരുപാട് നാൾ അവിടെ കഷ്ടപ്പെട്ടതല്ലേ, അപ്പോൾ നമുക്കിവിടെ അവർ ഇനി അടക്കി ഒതുക്കി ഇരുത്തുക എന്നുള്ള ഒരു ടോക്കൊക്കെ വരാറുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ പ്രവാസികളെ, അല്ലെങ്കിൽ അതുമാത്രമല്ല ഒരുപാട് ഏജ് എത്തിയ ആൾക്കാരെ ഇങ്ങനെ നമ്മൾ വെറുതെ ഒരു റൂമിൽ ഇരുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം കൊടുത്ത് മാത്രം ഇതാക്കി കഴിഞ്ഞാൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ഡൗൺ ആയി പോകും ഇങ്ങനെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഉപ്പ തന്നെ എന്നോട് പറയാറുണ്ട്, എനിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കയറണം, എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരെ ഒരു കാജാബീഡ് മേടിക്കാൻ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് മേടിക്കാൻ നമ്മളോട് വന്നിട്ട് എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അത് അവരെ മാനസികമായിട്ട് ചിലപ്പോൾ തളർത്താം. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒരുപാട് നാളവർ നമ്മളെ വളർത്തിയിട്ട് നമ്മളടുത്ത് വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളോട് പൈസ ചോദിക്കുമ്പോൾ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാവരുത്. അപ്പോൾ അതിന് അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഈ ഷോപ്പ് ഉപ്പാക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അത് ഒരു നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും മോട്ടിവേഷനായിട്ട് അത് മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ചെറിയ സ്ഥാപനമാണെങ്കിലും അവർക്കും ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെ ഒരു സന്തോഷം, 4 ആളുകളൊക്കെ വന്ന് നമ്മളോട് ഒരു ചെറിയൊരു കട ഉണ്ട്, അതുപോലെ ഇവിടെ വരുന്ന ആളുകൾക്കും അവർക്ക് അവരുടേതായ അത്യാവശ്യങ്ങൾ വാങ്ങാനുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ എപ്പോഴും അവരെ നമ്മളെ കൈയോട് ചേർത്ത് പിടിച്ചിട്ട് നമ്മളെ കൂടെ നിർത്തിയിട്ട് അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നമുക്കിപ്പോൾ ഒരു വലിയ ബഡ്ജറ്റ് ഇറക്കിയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് മനസ്സിന് സന്തോഷം വരുന്ന രീതിയിൽ അവരെ ഡൗൺ ആക്കാതെ അവർക്ക് കൂടുതൽ പ്രചോദനം നൽകാനും അതോടുകൂടെ നമുക്കും അതൊരു ബെനിഫിറ്റായിട്ട് മാറാം ഭാവിയിൽ. പിന്നെ ഒരുപാട് ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ്,
നിൻ്റെ വീട് 2 നില വീടൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ എന്തിനാ ഈ ഒരു ചെറിയ പെട്ടിക്കട ഇട്ടിട്ട് അലമ്പല്ലേ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊരു മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിലൊരു ഭാഗം തന്നെ ഞാനൊരു ചെറിയ മോട്ടിവേഷൻ ആക്കിയിട്ട് കണക്കാക്കാം കാണുന്നവർക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വായ തോരാതെ ആളുകൾക്ക് കുറേ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടായില്ലല്ലോ. നമ്മളെ ജീവിതത്തിലും നമ്മളെ ചുറ്റുപാടിലും മറ്റുള്ളവർക്കൊരു പ്രചോദനം നമ്മളിൽ കൂടെ കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കൂടെ ഞാനിതിൽ കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ ഒരു ഈ ഒരു മാറ്റം മറ്റുള്ളവർക്ക് കണ്ടാൽ അവർക്കും ചിലപ്പോൾ മറ്റുള്ള ആളുകൾക്ക് തോന്നും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കൊറോണയുടെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ വലിയ കൊട്ടാരം പോലത്തെ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വീടിൻ്റെ അകത്ത് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്ന പല വ്യക്തികളെയും നമുക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാൻ പറ്റും. കാരണം അവരെല്ലാ മേഖലകളും ഇന്ന് നമ്മളെ നാടിൻ്റെ അതേ ഒരു അവസ്ഥയേക്കാൾ ഒരുപടി മുന്നിൽ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ് പ്രവാസ ലോകം. അപ്പോൾ അവിടെയൊക്കെ ആയ കാലത്ത് നല്ലപോലെ ഉണ്ടാക്കി വലിയ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട ആളുകൾ ഇന്ന് ചിലപ്പോൾ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയിട്ട് കിറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന പല ആളുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് ഒരു സ്വയം തൊഴിൽ എന്നുള്ള ഒരു മേഖലയിലേക്ക് ഇനിയും തിരിയാനൊന്നും നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മൾ ഒരു കുറവായിട്ടല്ല കാണുന്നത്, അതൊരു കൂടുതലായിട്ട് തന്നെ നമ്മളെ ചുറ്റുപാടത്തിൽ 4 ആളെങ്കിലും നമ്മളെ വീട് കടയിൽ വന്നിട്ട് സാധനങ്ങൾ മേടിക്കുക. അത് നമ്മളെ വീടിന് അതൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു വരുമാന മാർഗ്ഗമാണെങ്കിൽ അത് നമ്മളെ കുടുംബത്തിലെ പ്രായമായവർക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരുപാട് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്കും പല രീതിയിലും പ്രചോദനമാവാൻ ഇതൊരു കാരണമാവട്ടെ. ഇനി മോട്ടിവേഷനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മോട്ടിവേഷൻ ചാനലുണ്ട്, നെച്ചുവാക്കിൽ തന്നെയാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ നമ്മൾ വലിയ രീതിയിലല്ലെങ്കിലും ഓരോ കൺസെപ്റ്റ് കണ്ടൻ്റായിട്ട് നമ്മളെ ഇന്നത്തെ സാഹചര്യത്തിൽ പറയാൻ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളതിലൂടെ ഡിസ്കഷൻ നടത്താറുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ റൌഫ് വടക്കേക്കാട്ടുകാരൻ എന്നുള്ള ഇക്കാൻ്റെ ഈ ചാനലിലൂടെ കൂടുതൽ പ്രൊമോട്ട് കൊടുക്കുക. കാരണം നമ്മളെ നാടും നമ്മളെ ഈ ചുറ്റുപാടും നമ്മുടെ നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇറങ്ങി ചെന്നുകൊണ്ട് ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ മനസ്സിലേക്ക് വൈകാരികമായ രീതിയിൽ തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നൊരു ചാനലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും നമ്മളെ നാടിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞു തരുന്നവരെ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മളെല്ലാവരും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ മറ്റുള്ള രീതിയിലുള്ള എല്ലാത്തിനും സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇത്തരം മേഖലയിലുള്ളതും അതുപോലെ തന്നെ ഇത്തരം നാടിനെ കുറിച്ചിട്ടും നമ്മളെ ഈ ചെറുകിട സംരംഭങ്ങൾ അതുപോലെ തന്നെ ചെറുകിട വ്യാപാരികൾക്കൊക്കെ ഒരു പ്രമോഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഇത്തരം ചാനലുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലും നല്ല വലിയ രീതിയിലുള്ള കാഴ്ചകളിലേക്കും കൗതുകങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. നിജു വക്കീൽ എന്ന ചെറുപ്പക്കാരനോട് ഞാൻ നന്ദി പറഞ്ഞിട്ട് അവിടുന്ന് യാത്ര തിരിച്ചു. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് എൻ്റെ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു 2-3 ചെറുപ്പക്കാർ കൂടി ചേർന്ന് ഒരു ജ്യൂസ് കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഒരു 2-3 ചെറുപ്പക്കാർ കൂടിയിട്ട് ഒരു ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഫ്രഷ് ജ്യൂസ് അടിച്ചിട്ട് വിപണിയിൽ ഇറക്കിയതാണ് അവർ. ചെറിയ ഡേറ്റ് വെച്ചിട്ട് വളരെ അതായത് പൾപ്പൊന്നും ഉപയോഗിക്കാതെ ഫ്രഷ് ഫ്രൂട്ട്സ് മേടിച്ചിട്ട് നമ്മുടെ നാച്ചുറൽ ജ്യൂസ് തന്നെ അപ്പോൾ അത് പാക്ക് ചെയ്തിട്ട് വിപണിയിൽ എത്തിക്കുന്ന ഒരു ചെറിയൊരു പരിപാടി. പക്ഷേ അത് അവർ ചെറിയ രീതിയിലൊക്കെ അത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത്രയും ചെറിയ നമ്മുടെ ഇപ്പോൾ ഈ ജോലിയിൽ അതൊക്കെ ഈ നാട്ടിൽ വന്ന് കൂടുന്നവർക്കോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടവർക്കൊക്കെ ഇനി എന്ന് ചിന്തിച്ച് നിൽക്കുന്നവർക്കൊക്കെ ഒരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞങ്ങൾ ഒരു 3 വർഷം മുന്നേ മറ്റേ ജോലി നഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് ക്രൈസിസിൽ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വന്നതാണ് ഞാനും എൻ്റെ ഒരു സുഹൃത്ത് നിഷാദും. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതിലായിരുന്നു. എന്താ ചെയ്യാന്നുള്ളൊരു ഐഡിയ കിട്ടാതെ നിൽക്കുമ്പോൾ പല ബിസിനസ്സിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. പിന്നെ അവസാനം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നതാണ്. ഈ ഗൾഫിൽ പ്രത്യേകിച്ച് UAE ഈ ബർക്കത്തിൻ്റെ ജ്യൂസുകൾ ഉണ്ടല്ലോ, അത് ഫ്രഷ് ജ്യൂസാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല എന്നുള്ളൊരു ഇത് കിട്ടി, അറിവ് കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത്. നമ്മൾ ഈ നാട്ടിൻപുറത്തൊന്നുമില്ല, സിറ്റിയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, എറണാകുളത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനൊരു ഒരു ബിസിനസ് എന്നുള്ള രൂപത്തിൽ ചിന്തിച്ചത്. അങ്ങനെ 2 വർഷം മുന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു രൂപത്തിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്.
നോക്കുമ്പോൾ പ്യുവർ ഫ്രൂട്ട്സ്, നല്ല ഫ്രൂട്ട്സ്, പൾപ്പില്ലാതെ നല്ല ഫ്രൂട്ട്സ് വെച്ച് നാച്ചുറലായിട്ട് ജ്യൂസ് അടിച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് ഫുൾ ടൈം ആ 2 to 4 ഡിഗ്രി സെൽഷ്യസിൽ സാധനം ഇരിക്കണം, തണവിൽ തന്നെ ഇരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ സാധനം കേടുവന്ന് പോകുന്നുണ്ട്. അപ്പോൾ ചെറിയ കടകൾക്കൊക്കെ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ട്, കാരണം അവരൊക്കെ ഈ രാത്രികളിൽ ഫ്രീസർ ഓഫ് ചെയ്യും, ഫ്രിഡ്ജ് ഓഫ് ചെയ്യും, അങ്ങനെ ഒന്നും സ്ഥലത്തൊന്നും നമുക്ക് വെക്കാൻ പറ്റണില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ അതിന് പറ്റിയ സ്ഥലങ്ങൾ കുറച്ച് കോളേജ് ക്യാൻറ്റീനുകളൊക്കെ കണ്ടെത്തി, എന്നിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ ഇതിൽ ഉള്ളത്. ഞാനും ഇപ്പോൾ പറഞ്ഞ നമ്മുടെ സ്നേഹിതൻ നിഷാദ്, പിന്നെ നമ്മുടെ സ്നേഹിതൻ തന്നെ ഒരു ബഷീർ കണ്ട സുഹൃത്ത്, ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ ജ്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിൽ പൾപ്പ് ചേർക്കുന്നില്ല. പിന്നെ ഫ്രഷ് ഫ്രൂട്ട് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ജ്യൂസൊക്കെ ചെയ്യുന്നത്. അത് ഇപ്പോൾ നമുക്ക് 5 പേര് പണിക്കാരുണ്ട്. എല്ലാ ദിവസവും കമ്പനിയിൽ വരും, സാധനങ്ങളൊക്കെ പ്രൊഡക്ഷൻ ചെയ്യും, പാക്ക് ചെയ്യും, എന്നിട്ട് നമ്മുടെ സെയിൽ വാഹനത്തിൽ ജ്യൂസ് കയറ്റി വെക്കും. നമ്മളിത് കൊണ്ടുപോകുന്നതും പിന്നെ വെച്ച് കൊടുക്കുന്നതൊക്കെ തണുപ്പുള്ള വാഹനങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും തന്നെയാണ്, ഫ്രിഡ്ജിൽ തന്നെയാണ് എല്ലായിടത്തും സൂക്ഷിക്കുന്നത്. ചില്ലർ ടെമ്പറേച്ചറിലാണ് സൂക്ഷിക്കുന്നത്. ഡേറ്റ് ഇത് 5 ദിവസമാണ് ഇത് നമ്മൾ ഡേറ്റ് കൊടുക്കുന്നത്. അത് 2 to 4 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഇരിക്കണം, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. അൻസാർ ഹോസ്പിറ്റലിൻ്റെ കോഫി ഹൗസാണിത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നേക്കുന്ന ജ്യൂസ് എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല ജ്യൂസാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് മേടിച്ചുകൊണ്ടുണ്ട്. ഒരിക്കൽ മേടിച്ചവർ പിന്നെയും വാങ്ങിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയാണ് എടുത്ത്. ഹോസ്പിറ്റലിലായ കാരണം പിന്നെ ഇവർ നല്ലതേ കൊണ്ടുവന്ന് വയ്ക്കാറുള്ളൂ. ആദ്യം കുറച്ചെണ്ണം കൊണ്ടുവന്ന് വെച്ചിരുന്നത്, ഇപ്പോൾ ഒരുപാട് കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. ഒരു ദിവസം 50-60 പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മളിപ്പോൾ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ലൈസൻസ് എടുക്കണം, പിന്നെ FSSAI ലൈസൻസ് എടുക്കണം, പിന്നെ പാക്കിംഗ് ലൈസൻസ്, ഇങ്ങനെ ഒരു 3-4 ലൈസൻസുകൾ എടുക്കണം. അതൊക്കെ ചെയ്താൽ ആർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതിപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെയുള്ള ലൈസൻസുകൾ കിട്ടാൻ ഒരുപാട് കാലതാമസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി എളുപ്പമായിട്ടുണ്ട്. അപ്പോൾ ആർക്കും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു സംരംഭം തന്നെയാണ് ഇതല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതൊരു ഓപ്ഷൻ മാത്രമാണ് ഇപ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്കുണ്ട്. ഈ കോവിഡിൻ്റെ സിറ്റുവേഷനിൽ ഒരുപാട് പേര് ജോലിയൊന്നും ഇല്ലാതെയും പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് വന്നിട്ടും ഒക്കെ നിൽക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. സത്യമാണത്. നമ്മളൊന്നും ഇല്ല എന്നിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ അത് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ എന്തിനെങ്കിലുമൊക്കെ നമുക്ക് എത്തിപ്പെടാൻ കഴിയും, സംശയമല്ല. അതിപ്പോൾ ഞങ്ങൾ അതിൻ്റെ അനുഭവസ്ഥരാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു പ്രോഡക്റ്റ് നമ്മളെ നാട്ടിൽ എത്രത്തോളം ഒരു വിജയമാവും എന്നൊക്കെയുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ നല്ല വിജയം നമുക്ക് അനുഭവപ്പെട്ടത്. വീട്ടിൽ വിരുന്നുകാർ വന്നാൽ അടിച്ചു കൊടുക്കുന്ന അതേ ഫ്രഷ് ജ്യൂസ് തന്നെയാണ് ഇവരുടേതെന്ന് അവർ അവകാശപ്പെടുന്നു. മാത്രമല്ല, നാട്ടിലെ ചെറുതും വലുതുമായ ഫംഗ്ഷനുകളൊക്കെ വരുമ്പോൾ ഇവർ കോൺടാക്റ്റ് ചെയ്താൽ ജ്യൂസ് എത്തിച്ചു കൊടുക്കുന്നു അവർ പറയുന്നു. കോൺടാക്റ്റ് നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.